അതിൻ്റെ മേലെ കയറി നിൽക്കുക. കുറച്ചൊന്ന് താത്തി വെക്കേണ്ടി വരും, അല്ലാണ്ട് അതിൻ്റെ മേലേക്ക് കയറുന്നു. അല്ല വലുത് പറ്റുകയില്ല, പക്ഷെ ഇത് കുറച്ചൊന്ന് താത്തിയിട്ട് വെക്കേണ്ടി വരും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തും. അല്ല എന്നാലും കണ്ടോ ഇത് തൊടുന്നില്ല. ഇവിടെ ഇയാൾക്ക് മുടിക്ക് തിക്കുള്ളതുകൊണ്ടാണ്. മേരാ ഞാൻ ഒരാഴ്ച ലേഹങ്ക ഇട്ടിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് വീണു. എനിക്ക് അതുകൊണ്ട് പേടി. ലേഹങ്ക ഇട്ടിട്ട് എങ്ങനെ വീണ്? തടഞ്ഞു വീണോ? എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാനൊരു ലെഹങ്ക എടുത്തത് ലെങ്ത് കൂടുതലാണ്. രാവിലെ ചെമ്പൊക്കെ തിരിഞ്ഞത് ഒന്നായിട്ട് പഠിക്കാൻ ഇന്ന് വീണ വയറലാവും. അതെ വയറലാവും. ആ വീഡിയോ ഞങ്ങൾക്ക് കൂടെ തരണേ. എടുത്തുകൂടായിരുന്നോ വെറുതെ? ആ ഭംഗി കൂടണം തോന്നുന്ന സമയത്ത് പല്ല് കാട്ടിയാൽ ഗ്യാപ്പ് ഉണ്ടായിട്ട് थोड़ा सा लंबा चाहिए मुझे बॉबी पिन लगाने के लिए. ഇന്ന് തീരുമാനിക്കണം. അതാണ് രസം ഉണ്ടാവുക. ആ മറ്റേതെന്ത് നമ്മളിങ്ങനെ അവിടെ നിൽക്കുമ്പോ ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയൊക്കെയാണ് ജീവിതകാലം മുഴുവൻ. അതൊന്ന് സ്പീഡാക്കാൻ പറയാം. മുഹൂർത്തം. പക്ഷെ ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ കിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ആദ്യത്തെ പന്തിയിൽ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. എന്താ ഭംഗി! ആര് പറഞ്ഞത് ചേരൂലെന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രീൻ. നമുക്കൊരു തുടക്കം മാത്രം. നന്നും കുട്ടി ഇന്നലെ കുറച്ച് അധ്വാനിച്ചു. പക്ഷെ ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചില്ലേ ബുക്ക് ചെയ്ത സമയത്ത്? അന്ന് ഞാൻ ട്രാവൽ സ്റ്റാർട്ട്. അല്ല ആ മെസ്സേജ് ഞാൻ കാണുന്നത് രണ്ടാമത് ഇയാളെ മെസ്സേജ് വന്നില്ല ഇന്നലെ മെഞ്ഞാന്നങ്ങ്. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ്, കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് കിടക്കും. ഞാൻ പൊതുവേ കുറച്ച് വീക്കാണ്. എൻ്റെ ഇതിൽ എപ്പോഴും ഒരു 100-200 മെസ്സേജ് എങ്കിലും റീഡ് ചെയ്യാത്തതുണ്ടാവും. ബ്രൈഡായി ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഭയങ്കര വ്യത്യാസം ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ അല്ലേ? എന്റെ ഫ്രണ്ടാ നിങ്ങളെ സജസ്റ്റ് ചെയ്തത്. അതാരാ? ഓ ഇവർക്ക് എന്താ ഇത്ര തിരക്ക്? ഞാൻ ഇവിടെ തന്നെ അല്ലേ? ഇപ്പോഴെത്ര തിരക്കാണെങ്കിലും കല്യാണത്തിനൊക്കെ സൂക്ഷിച്ചോണ്ടിട്ടോ. ഇവര് നേരത്തെ വരും. റിങ് റൈറ്റിലല്ലേടാ ഇത്? പക്ഷെ ഭയങ്കര സൈസാണ്. അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഒരു സിനിമ കാസറ്റ് ഉണ്ടാവുക. പണ്ടൊക്കെ അങ്ങനെയാണ്, സിനിമ കാസറ്റ് തന്നെ വരാം. ആ കാസറ്റിൽ ഇതിന്റെ പരസ്യം ഉണ്ടാവും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ള അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. നമ്മളെ ചെറുപ്പത്തിലൊക്കെ അതിൻ്റെ പരസ്യം ഭയങ്കര രസമാണ്. ആ പെണ്ണിന് പ്രത്യേക ഒരു ഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഈ അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ വാരി കിടക്കുന്നത് അല്ലേ? കുട്ടീൻ്റെ ചെവിയൊക്കെ കാണിക്കും. അതൊക്കെ തേച്ചിടട്ടെ എല്ലാ സ്ഥലങ്ങളും.
ഇത് സ്പ്രേ അല്ലല്ലോ, ഇതിനെന്താ പറയാ, വേറെ എന്തോ അല്ലേ ഊത്.